എവിടെയാണ് ആര്യന് പാളിപ്പോയത്? അതാ പറഞ്ഞ ഈ ക്വസ്റ്റ്യനിൽ ആരും ചോദിച്ചതിനോട് ആര്യന് എന്ത് തോന്നുന്നു, എന്താ ബെറ്റർ ആക്കാനല്ല. അപ്പം ഞാൻ ആ സമയത്ത് എനിക്ക് മൈൻഡിൽ നിന്ന് എന്തോ പറയാനുണ്ട്, ലൈക്ക് ഏട്ടാ ഇങ്ങനെ ശരിയായില്ല. പക്ഷെ ആ സമയത്ത് ചിന്തിക്കാൻ പറ്റില്ല ഞാൻ എന്താണ് അത്ര ബാഡ് അടിച്ചത്, ഞാൻ ക്യാപ്റ്റൻ ആയാണോ ബാഡ് ആയത്. എൻ്റെ കൂടെ 2 ആൾക്കാരും കൂടി ഉണ്ടായിരുന്നു, നെവിനും അക്ബറും. അപ്പോൾ നമ്മൾ 3 പേര് ഒരുമിച്ച് ചെയ്തൊരു കുറ്റം ആകെ ഫേസ് ചെയ്തത് ഞാൻ, അതിൻ്റെ കോൺസിക്വൻസസ്. അത് എനിക്കൊന്ന് നെവിൻ ഓൾസോ ഭയങ്കര ഷോക്കായിരുന്നു. നെവിൻ സേവ്ഡ് എന്ന് പറഞ്ഞപ്പോ നെവിൻ തന്നെ കൺഫ്യൂസ്ഡ് ആയിട്ടിരിക്കുകയാണ്. അല്ലേ ആ ഒരു ടൈമിലെങ്കിലും ആരും വിചാരിച്ചിരുന്നോ ഓക്കെ അപ്പൊ ആ വീക്ക് എവിക്ഷൻ ഇല്ലാന്നായിരിക്കും? ഇല്ല ആ സമയത്ത് എൻ്റെ മൈൻഡിൽ നെവിൻ സേവ് എന്ന് പറഞ്ഞാൽ എനിക്ക് മനസ്സിലായി ഞാൻ അവിടെ പോയി, ഞാൻ അവിടെ വ്യക്തമായി പോയി. പിന്നെ ആ സമയത്ത് വന്ന തോട്ട്സ് എന്ന് പറഞ്ഞാൽ ഞാൻ അങ്ങനെ പോകണ്ട്, സമയമല്ലല്ലോ, തുണികളൊന്നും പാക്ക് ചെയ്തിട്ടില്ലല്ലോ, ഓവർ കോൺഫിഡൻസ് ആയിപ്പോയോ, അങ്ങനെ ഞാൻ എന്താ തെറ്റ് ചെയ്തത്, എങ്ങനെയായിരുന്നു വോട്ടിംഗ് നടന്നത്, എന്തെങ്കിലും ഞാൻ ജനങ്ങളെ എങ്ങനെ അപ്സെറ്റ് ആക്കാൻ വേണ്ടി എന്താ ചെയ്തത് ഈ വീക്ക്, അങ്ങനെ ആ ചിന്തയിൽ ഫുൾ ബാഡ് തോട്ട്സ് ആയി മൈൻഡിൽ. പിന്നെ ലാലേട്ടൻ സത്യം പറഞ്ഞ വന്നപ്പോ ഒരു കെട്ടി പിടിച്ചു തന്നെ. ലാലേട്ടൻ ഗുഡ് ഗെയിമർ എന്ന് പറഞ്ഞിട്ടുള്ള വേർഡ്സ് കേട്ടപ്പോ തന്നെ ഞാൻ വിചാരിച്ചു അയ്യോ ഇതാണ് എൻ്റെ വിക്ടറി. യുനോ ലാലേട്ടൻ അത്ര വേർഡ്സ് പറഞ്ഞു, എന്നെ ഹഗ് ചെയ്തു, അത്ര ഒരു സ്നേഹം കാണിച്ചു. എനിക്ക് വേണ്ടി പേഴ്സണലി അതാണ് എൻ്റെ വിക്ടറി. കപ്പോ ഇല്ലെങ്കിൽ പറഞ്ഞ പോലെ ഈ ജനങ്ങൾ തന്നെ അക്സെപ്റ്റ് ചെയ്തു. ഇത്രയോ ആൾക്കാരെ എയർപോർട്ടിൽ വന്ന് മീറ്റ് ചെയ്തു. ഞാനിപ്പോൾ പുറത്ത് പോയാലും ഭയങ്കര ഷോയിങ് സോ മച്ച്, യുനോ സ്പ്രെഡിങ് സോ മച്ച് ലവ്. അപ്പോൾ എനിക്ക് വേണ്ടി ഈ പറഞ്ഞ പോലെ ആ കപ്പ് മാത്രമില്ല, ബാക്കി ആ കിട്ടിയ ബിഗ് ബോസ് തന്നൊരു പ്ലാറ്റ്ഫോം, ഫെയിം, എവറിത്തിങ് ഐ എം വെരി വെരി ഗ്രേറ്റ്ഫുൾ ടു ഇറ്റ്. വ്യൂവേഴ്സ് എയർപോർട്ടിന്റെ അവിടെ വന്ന സമയത്തെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു, ആര്യൻ ഇറങ്ങി വന്ന സമയത്ത് കുറച്ച് ഫോറിനേഴ്സ് ഒക്കെ ഫ്രണ്ടിൽ ഡാൻസ് കളിക്കുന്നത്. അവർ ഭയങ്കര ഇങ്ങനെ ഹാപ്പി ആയിട്ട് ഇവൻ ഏതാന്നൊക്കെ ആ ഒരു മൈൻഡ് ഉണ്ടല്ലോ, ഇവൻ ഏതാ ഇത് കണ്ടിട്ടില്ലല്ലോ പാവം. ഒരു മൈക്ക് കൊണ്ടുവന്നപ്പോഴത്തേക്ക് കേക്കാന്ന് കരുതിയിട്ട് അത് ഭാഗം ഒന്ന് കഴിക്കാൻ പോയി. അങ്ങനെ എൻ്റെ ലൈഫിലത്തെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണല്ലോ. ഞാനിങ്ങനെ ഈ പറഞ്ഞ പോലെ ഞാൻ ലൈഫിൽ ഇങ്ങനെ ഇമാതിരി ക്രൗഡിന്റെ ഫ്രണ്ടിൽ ഞാൻ കണ്ടിട്ടില്ല. എന്നെ അക്ഷരത്തിൽ ആരും മൈൻഡും ചെയ്യാറില്ല ഇതിനു മുമ്പൊക്കെ. ഞാൻ എവിടെയെങ്കിലും പോകുമ്പോൾ എവിടെയോ ആഡിൽ കണ്ട പോലൊരു പയ്യൻ അങ്ങനെയൊക്കെ ആയാലും പറയാറുണ്ട്. പക്ഷെ ഇപ്പം ഞാൻ ഈ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു വാസ്റ്റ് എമൗണ്ട് ഓഫ് ഈ പറഞ്ഞ പോലെ സഡൻ ലൈഫിലൊന്നും കിട്ടാത്തൊരു ഫെയിം അല്ലെങ്കിൽ ഈ പറഞ്ഞ ക്രൗഡാണ്. അപ്പോൾ ഈ മൈക്കൊക്കെ ഇങ്ങനെയൊന്നും വന്നിട്ടില്ല എൻ്റെ മൈൻഡിൽ. അപ്പോൾ ഒരു ഈ പറഞ്ഞ പോലെ ചാനലിൽ ഒരാളിങ്ങനെ മൈക്ക് കാണിച്ചപ്പോൾ ഞാൻ ആന്ന് കളിച്ചു. പിന്നെ എൻ്റെ ബാക്കിൽ നിന്ന് ഒരാൾ തട്ടി, എടാ കേക്കല്ല മൈക്കാന്ന്. അപ്പോൾ ഞാൻ താങ്ക് യു കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് തിരിഞ്ഞപ്പോൾ അവിടെ ഒറ്റ ഓട്ടം. അതൊക്കെ ഭയങ്കര അത് ട്രോളായില്ല, ഭാഗ്യം സത്യം. നിങ്ങളിനി ട്രോളാക്കല്ലോ. ഇല്ല, ആര്യന്റെ ഈ ലാസ്റ്റത്തെ നിങ്ങളുടെ അത്രയും ദിവസത്തെ ജേർണി കാണുന്ന സമയത്ത് ഒരു ഫുൾ പാക്കേജ് ആയിരുന്നു. ഇല്ലാത്ത ഒരു ഇമോഷൻ ഇല്ല. ഫണ്ണിന് ഫണ്ണ്, മണ്ടത്തരത്തിന് മണ്ടത്തരം, കോമഡിക്ക് കോമഡി, പിന്നെ അതേപോലെ ദേഷ്യം, എല്ലാം ഒരു ഫ്രണ്ട്ഷിപ്പ്, ഒരു ലവ്, എല്ലാവരോടും ഉള്ള ഒരു എംപതി, എന്നാൽ അതുപോലെ തന്നെ ആളുകളെ നല്ല ചൊറിയുന്നുണ്ട്, എല്ലാം ഒരു ഫുൾ പാക്കേജ്. എല്ലാവരും പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കംപ്ലീറ്റ് ബിഗ് ബോസ് പാക്കേജ്, ഒരു റിയാലിറ്റി ഷോ മെറ്റീരിയൽ ആണ് പല റിവ്യൂവേഴ്സും ഞാൻ പറയുന്നത് കണ്ടു. ആ ഒരു ആര്യനെ തന്നെ ഇപ്പോഴും കാണുന്നത്. മുഖത്ത് ഒരു മിനിറ്റിൽ തന്നെ എത്ര ഇമോഷൻസ് ആണ്. അല്ല ഈ കാര്യത്തിന് വേണ്ടി ഞാൻ വീട്ടിലങ്ങനെ ട്രോൾ ആയിട്ടുണ്ട്. എടാ നീ ചൂടാവുന്നുണ്ടോ, അല്ലെങ്കിൽ നീ ഹാപ്പി ആണോ മനസ്സിലാവണല്ലോ ആര്യൻ. നീ ഫൈറ്റ് ചെയ്യണമെങ്കിൽ കുറച്ചും കൂടി ഒന്ന് ആംഗ്രി ആവണം, അല്ലെങ്കിൽ ഹാപ്പി ആണെങ്കിൽ നീ ഭയങ്കര എക്സ്ട്രീം ആണല്ലോ. എൻ്റെ ഇമോഷൻസ് ഞാൻ ഭയങ്കര ഇമോട്ട് ചെയ്യുന്ന ഒരാളാണ്. ലൈക്ക് ഇഫ് ഐ എം എക്സ്പ്ലെയിനിങ് സംതിങ് ടു യു, ഞാൻ നല്ലോണം അത് എക്സ്പ്ലെയിൻ ചെയ്യും. അതെൻ്റെ ഒരു ടൈപ്പാണ്. ആര്യന്റെ മെച്യൂരിറ്റി എല്ലാവരും പറഞ്ഞ ആര്യൻ ഇമ്മച്യൂർഡ് ആണ്, അതുകൊണ്ട് ആര്യന് കുറച്ച് പാളിപ്പോയി. ആര്യൻ അങ്ങനെ തോന്നുന്നുണ്ടോ ഇമ്മച്യൂർഡ് ആണ്? സത്യം പറഞ്ഞാൽ പല ആൾക്കാർ പല സ്ട്രാറ്റജി വെച്ചിട്ട് വീട്ടിൽ വന്നിരിക്കുകയാണ്. ഇപ്പൊ ഈ അനീഷിന്റെ സുപ്രഭാതം, ഇല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ അനുമോളുടെ കരച്ചിൽ. അപ്പൊ ഇവർക്ക് ഇവരായ ഒരു ഇതുണ്ട്, ഇവർക്ക് ഇവരായ ഒരു ഫോട്ടോ ഉണ്ട്, സ്റ്റൈൽ ഉണ്ട് ഈ വീട്ടിൽ നിൽക്കാൻ. അപ്പോൾ പക്ഷെ ഞാൻ ഈ വീട്ടിൽ വന്നപ്പോൾ ഞാൻ ഓണസ്റ്റ്ലി നമ്മൾ പറയാം, ഐ നോട്ട് സ്പോക്കൺ ടു എനിവൺ അബൌട്ട് ദിസ്. ഞാൻ അങ്ങനെ മൈൻഡിൽ സ്ട്രാറ്റജി ഇല്ല. ഞാൻ ലാസ്റ്റ് സീസൺസ് അങ്ങനെ ഒന്നും കണ്ടിട്ടില്ല. ഞാൻ സീസൺ 6 ജിൻഡോയുടെ ജയിച്ച വർഷം, ഗബ്രി ആ സീസണൊക്കെ ഞാൻ കുറെ മെയിൻ സാധനങ്ങൾ കണ്ടു, ടാസ്ക് കണ്ടു. അപ്പോൾ അത് വെച്ചിട്ട് ഞാൻ ഒരു ഐഡിയ വെച്ചിട്ട് മൈൻഡിലാണ് ഈ സീസൺ പോയത്. അപ്പോൾ എനിക്ക് എക്സാക്ട്ലി എന്താ ചെയ്യണമെന്ന് അറിയില്ല, എങ്ങനെ നിൽക്കണം, ആൾക്കാർക്ക് ഈ ജനങ്ങൾക്ക് എന്ത് ഇഷ്ടപ്പെടും, പിന്നെ ഇങ്ങനെ നിന്നാലേ വോട്ട്സ് വാങ്ങിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ എൻ്റെ മൈൻഡിൽ ഇപ്പം ഒന്നും ഇല്ല. ഫസ്റ്റ് 2 വീക്സ് എക്സ്പ്ലോറിങ് ആയിരുന്നു. എല്ലാവരും നോക്കാം വീട്ടിൽ ആരൊക്കെ എന്തുണ്ട്, എങ്ങനെ സംസാരിക്കുന്നു, പിന്നെ ടാസ്ക്. എൻ്റെ മെയിൻ മോട്ടീവ് എനിക്ക് ആകെ ഇരുന്ന് ഈ പറഞ്ഞ ടാസ്ക്സാണ്. ആ ടാസ്ക് എങ്ങനെ മാക്സിമം ബെറ്ററൈസ് ചെയ്യാൻ പറ്റും ആണ് മാത്രം എൻ്റെ ഈ മൈൻഡിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. അത് മാത്രമാണ് എനിക്ക് അറിയുന്ന സാധനങ്ങൾ. ബാക്കി എന്ത് സംസാരിക്കണം, ആരോട് സംസാരിക്കണം. അതുകൊണ്ട് ഞാൻ ഈ ഷോയിൽ ഫസ്റ്റൊക്കെ പോയപ്പോൾ ഞാനിങ്ങനെ എല്ലാവരോടും ചേട്ടാ, ഷാരിക ചേച്ചി, സരിക ചേച്ചി, ഷാനവാസിക്ക, അക്ബർക്കാക്ക്, ആ ഒരു സംസാരത്തിൽ ഞാൻ തുടങ്ങിയത്. പിന്നെ ചില ആൾക്കാർ പറയാം നീ പോയി വീട്ടിൽ പോയി പറയടാ. അപ്പം ഞാൻ ദാമ്പോളാ പൂച്ചയെന്ന്.
പൂച്ചേതാ? ഞാൻ ഈ മറ്റേ ഷാനവാസിനൊക്കെ തെറി വിളിച്ചിട്ടുണ്ട്, നീ പോടാ ആ പൂച്ചെന്ന് പറഞ്ഞാൽ അങ്ങനെ, നീ പോടാ പൂച്ച, രുദ്രനാ നിന്റെ വിചാരം, പേരും ബോറനാന്നൊക്കെ കുറെ തുടങ്ങിയത് ഇങ്ങനെയാണ്. ചേട്ടാ അങ്ങനെ ചെയ്യരുത് ചേട്ടാ, വെസൽ കടക്ക ചേട്ടാ. പക്ഷെ ഇവര് തിരിച്ച് വിളിക്കണത് തന്തിക്കുന്നുള്ളതൊക്കെയാണ്. അപ്പൊ അവിടെ നിന്നാണ് മനസ്സിലായത് ഇങ്ങനെ പോയാൽ ശരിയാവില്ല, ഇവരെന്നെ ഈ പറഞ്ഞ ഇമ്മച്യൂരിറ്റി യൂസ് ചെയ്യും. ഈ പറഞ്ഞ പോലെ ചില ആൾക്കാർ ഈ വീട്ടില് ഈ വയസ്സ് കുറഞ്ഞ ആൾക്കാരെ തട്ടിവിടാൻ ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ട്. 19 വയസ്സുള്ള റെന ഫാത്തിമ, 23 വയസ്സുള്ള ആര്യൻ, ഇവരുടെ വായനൊക്കെ എന്ത് സെൻസ് വരും? നമ്മൾ ഇത്ര വലിയ ആൾക്കാരാണല്ലോ, ടാസ്ക് ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ ഞങ്ങൾ പറഞ്ഞ ഭയങ്കര പോയിന്റും ഇവര് പറഞ്ഞ പയ്യന്മാരെന്തോ സംസാരിക്കുന്ന പോലെയാ. ഈ മെന്റാലിറ്റി ഫസ്റ്റ് വരാൻ തുടങ്ങിയ ആൾക്കാർക്ക്, ഞാൻ ഈ ചേട്ടാവെളി ആ സമയത്തൊക്കെ. പക്ഷെ അവിടെ നിന്നൊരു ഷിഫ്റ്റ് ഉണ്ട്. ഈ മോർണിംഗ് ടാസ്കിലൊക്കെ വരുമ്പോൾ ഞാൻ എല്ലാവരും ഇങ്ങനെ ഗുഡ് മോർണിംഗ്, നമസ്കാരം എല്ലാവർക്കും. ഞാൻ പറയാൻ പോകുന്ന പോയിന്റ് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഞാൻ പറയാൻ പോകുന്ന ഈ പേര് എന്ന് പറഞ്ഞാൽ അനീഷ് ഏട്ടൻ്റെ ആയിരിക്കും. ഞാൻ കുറച്ചും കൂടി സീരിയസ് ആണ്. ഞാൻ തുടങ്ങിയത് ഈ പറഞ്ഞ ഫണ്ണിലാണ്. ഞാൻ വോട്ട് ചെയ്യാൻ പോകുന്നത് അനീഷ് ഏട്ടനെ ആയിരിക്കും. ഇങ്ങനെ ചിരിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ആൾക്കാർ കോമഡിയൊക്കെ എടുക്കും എന്നെ. ഫസ്റ്റ് 2-3 വീക്സ് അതായിരുന്നു. എന്നെ കോമഡിയാക്കി ഇട്ടു, പിന്നെ ബേറ്റ് പോലെ യൂസ് ചെയ്തു, ക്യാപ്റ്റനൊക്കെ ആക്കി. എനിക്ക് മനസ്സിലായി, എൻ്റെ മൈൻഡിൽ അത് പോകുന്നുണ്ട്. പക്ഷെ അവിടെ നിന്ന് ഞാൻ ഈ പറഞ്ഞൊരു ഷിഫ്റ്റ് ഉണ്ട്, ഷിഫ്റ്റിന് ആറ്റിറ്റ്യൂഡ്. എല്ലാ സ്ഥലത്തും കോമഡിയും കോപ്രായം കാണിക്കും, അതാണ് എൻ്റെ ആറ്റിറ്റ്യൂഡ്. ഞാൻ അങ്ങനെയാണ്. ഇപ്പൊ ഞാൻ ജനങ്ങളെ ഇംപ്രസ് ചെയ്യാൻ വേണ്ടിയോ അല്ലെങ്കിൽ ഞാൻ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല. ഞാൻ ഐ എം ലിറ്റിൽ ഈ പറഞ്ഞ പോലെ ഹൈപ്പർ ആക്റ്റീവ് ആണ്. ഭയങ്കര ആക്റ്റീവായിട്ട് പോയിക്കൊണ്ടിരിക്കും, സംസാരിക്കും, എല്ലാവരുടെയും ഇടപെടും, അങ്ങനെ പോലത്തെ ഒരാള്. പക്ഷെ ടാസ്കിലോട്ട് വരുമ്പോൾ ഞാൻ ഭയങ്കര മെച്ചൂരിറ്റിയും സീരിയസ് ആയിട്ട് മാത്രം സംസാരിക്കുള്ളൂ. ദാറ്റ് ഈസ് മൈ സ്പേസ് ടു കണക്ട് വിത്ത് പീപ്പിൾ ഹു ആർ മെച്ചൂർ. മനസ്സിലായി. ബാക്കിയുള്ള സമയത്ത് എൻ്റെ ആറ്റിറ്റ്യൂഡാണ്. എല്ലാ സ്ഥലത്തും ഞാൻ മറ്റേ ഈ പറഞ്ഞ കോമാളിത്തരം ഒന്നും കാണിച്ചിട്ടില്ല. കാണിക്കുന്ന സ്ഥലത്ത് ഞാൻ കാണിച്ചിട്ടുണ്ട്, അതല്ലാത്ത ഞാൻ ബാക്കിയ സമയത്ത് ഞാൻ ഭയങ്കര സീരിയസ് ആയിട്ട് തന്നെ ഗെയിമിന് എടുത്തിട്ടുണ്ട്. അതായിരുന്നു എൻ്റെ പോയിന്റ്. അപ്പൊ എല്ലാവർക്കും മനസ്സിലായി അത് കുറച്ച് കഴിഞ്ഞിട്ട്. അപ്പൊ ആരും അത് കഴിഞ്ഞിട്ട് കളിയാക്കിയിട്ടില്ല. അപ്പൊ ആര്യനെ എന്താ ശരിക്കും പറഞ്ഞാല് ആര്യന്റെ PR കൂടി ചെയ്യാന്നുള്ള രീതിയിലാണോ? അല്ല, എനിക്ക് സത്യം പറഞ്ഞാൽ ഈ PR കാര്യം അറിയില്ല. എന്റെ ഈ പഴയ എക്സ് കണ്ടസ്റ്റൻസ് ചില ആൾക്കാർ പറയാണ്, ഒരു 2-3 ഫ്രണ്ട്സ് ഉണ്ട് എനിക്ക്. പിന്നെ ഈ മീഡിയ ഫീൽഡ് ആകെ പറയുന്നത് നീ PR ചെയ്ത് പോകണമെങ്കിൽ നിന്റെ ഇംപ്രഷനൊക്കെ പുറത്ത് ഭയങ്കര ബാഡ് ആയിരിക്കും, നിന്നെ ആരും വോട്ടും ചെയ്യില്ല, നീ കുറച്ച് ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. പക്ഷെ എൻ്റെ വീട്ടിൽ ഞാൻ ഈ ചർച്ച ചെയ്തപ്പോൾ പറഞ്ഞു, നീ പോണത് തന്നെ ഒരു PR വേണ്ടിയല്ലേ, നീ ഇത്ര വലിയ പ്ലാറ്റ്ഫോമിൽ പോണത് കുറച്ച് റെക്കഗ്നിഷൻ കിട്ടാനും നിന്നെ ആൾക്കാർ അക്സെപ്റ്റ് ചെയ്യാനൊക്കെ അല്ലേ, പിന്നെ എന്തിനാ പൈസ കൊടുത്തിട്ട് ആൾക്കാർ നിന്നെ അക്സെപ്റ്റ് ചെയ്യേണ്ടത്? എൻ്റെ അമ്മയുടെ മെൻറ്റാലിറ്റിയാണത്. ഇഫ് ഐ ആസ് മൈ മോം, അമ്മ ഒരു 5-10 ലക്ഷം ഇങ്ങനെ ഒപ്പിക്കണം അമ്മ പ്ലീസ്, എനിക്ക് ചെയ്തേ പറ്റൂല, ഞാൻ പുറത്താന്ന് പറയുമ്പോൾ അമ്മ ഓക്കേടാ ഞാൻ ചെയ്യാന്ന് പറഞ്ഞിട്ട് അറേഞ്ച് ചെയ്ത് കൊടുത്തേനെ. പക്ഷേ എൻ്റെ വീട്ടിൽ മെൻറ്റാലിറ്റി ഭയങ്കര കാഷ്വലാണ്. ബിഗ് ബോസ് അല്ലേ, ഞങ്ങൾ ഹിന്ദി കാണാറുണ്ടൊക്കെ ഉണ്ട്, ഒരു കുഴപ്പമില്ല, അതൊന്നും PR ആവശ്യമൊന്നുമില്ല. ഇവരുടെ മെൻറ്റാലിറ്റി ഇതാണ്. പക്ഷെ നീ ഒരു കാര്യം ചെയ്യും, നീ സോഷ്യൽ മീഡിയ നിന്നെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയും നീ ടോക്ക് ടു പൂജിത, ടോക്ക് ടു വരുൺ സണ്ണി, ഇവരൊക്കെ എൻ്റെ ഫ്രണ്ട്സ്, മറ്റേ ജസ്റ്റിൻ ചേട്ടൻ, അങ്ങനെ 2-3 പേരുണ്ട്. അപ്പോൾ ഇവര് നന്ദു ചേട്ടനുണ്ട്, കുറേ 2-3 പേര്. അപ്പോൾ ഇവർ 3-4 പേര് എൻ്റെ ഫ്രണ്ട്സ്. ഞാൻ പറയടാ നിങ്ങൾ കട്ടിക്ക് നിൽക്കണം, എന്തൊക്കെയാണോ എല്ലാം സോഷ്യൽ മീഡിയക്ക് വേണ്ടി ചെയ്യണം, നല്ല എല്ലാ ദിവസവും എൻ്റെ പഴയ പിക്ചേഴ്സ് എടുത്തിട്ട് ഇപ്പോൾ പോസ്റ്റ് ചെയ്യണം, ആക്റ്റീവായിട്ട് പോകണം എൻ്റെ സോഷ്യൽ മീഡിയ, പിക്ചേഴ്സ് വന്നുകൊണ്ടിരിക്കണം. അങ്ങനെയൊക്കെ പറഞ്ഞ് ഞാൻ റെഡിയാക്കി ഞാൻ വിട്ട് അവിടെ എത്തിയപ്പോൾ മനസ്സിലായത് 15 ലക്ഷം 20 ലക്ഷം, ചില ആൾക്കാർ വേറെ ആൾക്കാരെ സ്പോൺസർ ചെയ്ത ആൾക്കാർ 30 ലക്ഷം. ഞാൻ വെച്ചു അയ്യോ അങ്ങനെയൊക്കെ ഉണ്ടല്ലേ. അപ്പോൾ എനിക്ക് എൻ്റെ മനസ്സിലായി എൻ്റെ അവസ്ഥ. ഞാൻ എവിടെയോ ഒരു പ്ലിങ് വന്ന് വീഴും, എവിടെയാണെന്നറിയില്ല. ടോപ്പ് 5 ആവാം, ഇല്ലെങ്കിൽ ടോപ്പ് 8 ആവാം, ടോപ്പ് 12 ആവാം. എനിക്ക് മൈൻഡിൽ പോകുന്നുണ്ട് ഈ കാര്യം. PR കാരണം ഞാൻ എവിടെയോ വീഴും. ബിക്കോസ് ഐ എം നോട്ട് ബൈയിങ് വോട്ട്സ് ഓർ ഐ എം നോട്ട് ടെലിംഗ് പീപ്പിൾ ടു വോട്ട് ഫോർ മീ. അങ്ങനെ ഞാൻ ആകെ ചെയ്യുന്നത് ഈ പറഞ്ഞ സോഷ്യൽ മീഡിയ ക്യാമ്പയിൻസും പിന്നെ കുറച്ച് ഇൻഫ്ലുവൻസേഴ്സ് ഹെൽപ്പും. പിന്നെ എവിടെയോ ഞങ്ങൾ ഇപ്പം കോളേജസിലൊക്കെ എൻ്റെ മദർ ഭയങ്കര കഷ്ടപ്പെട്ടിട്ടുണ്ട് ഈ കാര്യത്തിലൊക്കെ. എൻ്റെ മോന് വേണ്ടി വോട്ട് ചെയ്യണമെന്ന് പറഞ്ഞാൽ അമ്മ പേഴ്സണലി ഷീ ലവ്സ് മീ സോ മച്ച്. അമ്മ പേഴ്സണലി പോയിട്ടുണ്ട് കുറേ ബുട്ടീക്സിലും പിന്നെ അമ്മയുടെ ഫ്രണ്ട്സിൻ്റെ ഷോപ്സിലൊക്കെ പറയാൻ വേണ്ടി. അങ്ങനെ ഈ PR ഒരാൾക്ക് ചെയ്യുന്നത് തെറ്റില്ല, ബട്ട് കോ കണ്ടസ്റ്റൻസിനെ ഡീഗ്രേഡ് ചെയ്യുന്നത് ബാഡാണ്. അതാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ PR എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞ പോലെ പബ്ലിക് റിലേഷനാണ്. നിങ്ങൾ നിങ്ങളെ ആളെ പ്രൊമോട്ട് ചെയ്യൂ, നിങ്ങൾ നിങ്ങളെ ആളെ സൂപ്പർ സ്റ്റാർ ആക്കൂ. പക്ഷെ നിങ്ങൾ നിങ്ങളെ ആളെ സൂപ്പർ സ്റ്റാർ ആക്കിയിട്ട് മറ്റേ ആൾക്കാർ ഈ പറഞ്ഞ പോലെ ഇപ്പോൾ പുറത്ത് ജീവിക്കാതെ പുറത്ത് പോയിട്ട് പുള്ളിക്ക് ആ ഒരു അവസ്ഥ ആയി പോകരുത്. ഈ പറഞ്ഞ മുണ്ട് തലയിലൊക്കെ ഉടക്കി ആ ഒരു അവസ്ഥയിലൂടെ വരരുത് ആരും. what I feel. You do PR, man. I'm not against PR. I'm very happy people are doing PR. അവരവരുടെ ഫെയിം തന്നെ ബെറ്റർ ആക്കട്ടെ. പക്ഷെ ഞാൻ പറയണത് നിങ്ങൾ ഫെയിം ആയിട്ട് നിങ്ങൾ എന്നെ താഴ്ത്താൻ നിൽക്കരുത്. അതാണ് എൻ്റെ ഒരു ബേസിക് റിക്വസ്റ്റ് ടു ഓൾ ദ PR മീഡിയാസ്, ആൻഡ് വിച്ച് ഇറ്റ്സ് ഓക്കെ. ഐ ഫീൽ ഈ പ്രാവശ്യം മാത്രം അത്ര എക്സ്ട്രീം വന്നിട്ടില്ല. പക്ഷെ ഐ എം ടോട്ടലി ഓക്കെ വിത്ത് ഓൾ ദാറ്റ്. അതെ, ഈ ഒരു 3 ക്യാപ്റ്റൻസ് ലാസ്റ്റ് വന്നു. ഈവൻ ആര്യൻ ഒറ്റയ്ക്കായിരുന്നു ക്യാപ്റ്റൻ ആയിരുന്നെങ്കിൽ ഈ ഒരു എവിക്ഷൻ ഉണ്ടാവുമായിരുന്നോ? ഡെഫിനറ്റ്ലി നോട്ട്. ഇത് ഒരിക്കലും ഞാൻ സേഫ് ഉള്ള വീക്കാണ് ഇത്. ഈ 3 ക്യാപ്റ്റൻ ആയ ഒരു 7ന്റെ പണിയാണ്. ബിഗ് ബോസ് തന്ന പണിയല്ല, ഞങ്ങളോട് തന്ന പണിയാണ്. ലാലേട്ടൻ എക്സാക്ട്ലി പറഞ്ഞു, മോനെ നമ്മൾ ചെയ്ത് ഈ സാധനം എന്ന് പറഞ്ഞാൽ ഹാർമണി കൊണ്ടുവരാൻ വേണ്ടിയാ. ആര്യൻ
നിങ്ങൾ ചെയ്താണ് 7ന്റെ പണിയായത്. അപ്പൊ എനിക്കറിയാം ഞാൻ ലാലേട്ടൻ്റെ എതിരെ ഒരിക്കലും സംസാരിക്കൂല, പറയൂല. ലാലേട്ടൻ പറഞ്ഞ കറക്റ്റ് വേർഡ്സ് ആണ്. നമുക്ക് വേണമെങ്കിൽ ഹാർമണി പിടിക്കായിരുന്നു, അത് ഞാൻ പിടിക്കാൻ ട്രൈ ചെയ്തു. ഇവർ രണ്ടുപേരും പറഞ്ഞ പോലെ നെവിൻ അവിടെ പാലൊക്കെ എറിയുമ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ എൻ്റെ അഗേൻസ്റ്റ് ആണ്. അക്ബർ എന്തെങ്കിലും സംസാരിച്ചാൽ പ്രശ്നം വരാൻ പോകുന്നത് എൻ്റെ അഗേൻസ്റ്റ് ആണ്. ഞാനും എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയാൽ അഗേൻസ്റ്റ് വരാൻ പോകുന്നത് നമ്മൾ 3 പേര് ഒരുമിച്ചാണ്. മനസ്സിലായി. ഇറ്റ്സ് ലൈക്ക് ഡൂയിങ് എ ക്രൈം യു വാച്ചിങ് ദ ക്രൈം. ക്രൈം കണ്ട ആളും ഈ പറഞ്ഞ പോലെ ഒരു ക്രിമിനൽ ആണ്. ആ ഒരു അവസ്ഥ എൻ്റെ ആയിപ്പോയി. ഞാനൊരു സാൻഡ്വിച്ച് ആയി പോയി. പക്ഷേ നെവിൻ ഈ അനുവിന്റെ ബെഡിലോട്ടൊക്കെ വെള്ളമൊക്കെ ഒഴിക്കാൻ പോയ സമയത്ത് ആര്യൻ എടുത്തു കൊടുക്കുന്നുണ്ടല്ലോ. ആൻഡ് ആ ഒരു സമയത്ത് ആര്യൻ ഭയങ്കര ജോളിയായിട്ട് ഹാപ്പി ആയിട്ട് നിൽക്കുന്നത്. ദെൻ ലാലേട്ടൻ ചോദിക്കുന്ന സമയത്ത് നെവിൻ ചെയ്തത് തെറ്റാണെന്നും പറയുന്നുണ്ട്. ആ സമയത്ത് തെറ്റാണെന്ന് റിയാക്ട് ചെയ്തതുമില്ല. അപ്പൊ അവിടെ ഒരു ഡബിൾ സ്റ്റാൻഡ് പോലെ ആയോ? ഇല്ല, അത് ഞാൻ എക്സാക്ട്ലി എക്സ്പ്ലെയിൻ ചെയ്യാം, നിങ്ങൾക്ക് മനസ്സിലാവും. ഡബിൾ സ്റ്റാൻഡ് എന്ന് പറയുമ്പോൾ നിലപാട് മാറ്റം അങ്ങനെയൊക്കെ ഉദ്ദേശിക്കുന്നത്. ബേസിക്കലി ആ കാര്യം അത് ഭയങ്കര നിങ്ങൾ കുറച്ച് ഡീപ്പായിട്ട് ഒബ്സർവ് ചെയ്യുമ്പോൾ ഞാൻ പോയി അനുവിനെ എണീപ്പിച്ചു. അനു ഇങ്ങനെ എണീച്ചു. പിന്നെ നെവിൻ വന്നു. നെവിൻ വന്നോടെ എണീക്കണിയില്ലെങ്കിൽ ഞാൻ വെള്ളം ഇടും. അപ്പൊ ഈ വെള്ളം ഇടുന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒന്നും ഇടാൻ പോണില്ല. ഈ കയ്യിൽ മഗ്ലിട്ടിട്ട് സ്പ്രിങ്കിൾ ചെയ്യാൻ പ്ലാൻ ആയിരുന്നു. അതാണ് ചെയ്യുന്നത്. ആദിലേം ചെയ്യാറുണ്ട്, നൂറേം ചെയ്യാറില്ല, എല്ലാവരും ചെയ്യാറുണ്ട്. വിച്ച് ഇസ് ടോട്ടലി ഫൈൻ മാൻ. കുറച്ച് വെള്ളം സ്പ്രിങ്കിൾ ചെയ്ത് എന്താ പ്രശ്നം? പക്ഷെ ഇവർ രണ്ടുപേരും തമ്മിൽ ഒരു പേഴ്സണൽ, നമ്മൾ വെണ്ടയ്ക്കാന്ന് പറയില്ലേ ഷോയില്, പേഴ്സണൽ വെണ്ടേറ്റ ഉണ്ട് രണ്ടുപേരും. ഇങ്ങോട്ടങ്ങോട്ട് നല്ലൊരു റാപ്പ് പോലെ അല്ല. എന്നോട് പറഞ്ഞു വെള്ളം കൊണ്ടുപോവാ. അപ്പൊ ഞാൻ പറഞ്ഞു ഓക്കെ കൊണ്ടുവരാം, അല്ല പിന്നെ കുറച്ച് സ്പ്രിങ്കിൾ ചെയ്യാൻ വേണ്ടിയല്ലേ. ഞാൻ വെള്ളം കൊണ്ടുവന്ന് കൊടുത്തു. ഞാൻ തിരിഞ്ഞ് ആ ഡോർ കൊടുത്തു പോയി. ഇവൻ സ്പ്രിങ്കിൾ ചെയ്തു. ഇത് വൻ പ്രശ്നമായി. സോ ഞാൻ ചെയ്ത ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ ഒരു മഗ് വെള്ളം കൊടുത്തു സ്പ്രിങ്കിൾ ചെയ്യാൻ. പക്ഷെ നിവിൻ സ്പ്രിങ്കിൾ ആണല്ലോ ചെയ്തത്. ഇങ്ങനെ ആക്കി കുറച്ചാക്കിയല്ലോ, ഇത്ര ആക്കിയുള്ളൂ. ഈ ആദിലും നൂറയും ചെയ്യുന്ന പോലെയാണ് ഞാനും ഇവർ ചെയ്തത്. ഞാൻ അത് കണ്ടു വീഡിയോയിലും. ഭയങ്കര നോർമൽ കാര്യത്തിൽ സ്പ്രിങ്കിൾ ചെയ്തു. തീർച്ചയായും കാണിച്ചത് വലിയ ബോട്ടിൽ എടുത്ത് ഇങ്ങനെ ഒഴിച്ചു. ഞാൻ രണ്ടുപേരെ ആരെ സപ്പോർട്ട് ചെയ്യണില്ല, ചെയ്ത് രണ്ടുപേര് തെറ്റാണ്. പക്ഷെ ഈ പറഞ്ഞ പോലെ ഫസ്റ്റ് സ്പ്രിങ്കിൾ ചെയ്തപ്പോൾ മൊത്തം വെള്ളം അങ്ങോട്ട് ഒഴിച്ചു. അവിടെ വരെ ഞാനും ഉണ്ട് ആ ക്രൈമിൽ. ഏത് ക്രൈമിൽ? കുറച്ച് വെള്ളം കൊടുത്തു സ്പ്രിങ്കിൾ ചെയ്യാൻ എനിക്ക് കിട്ടുന്ന പോലെ വീട്ടിൽ. അവിടെ വരെ ഞാൻ ഓക്കെയാണ്. പക്ഷെ അത് കഴിഞ്ഞ് ഞാൻ കാണുന്നത് നെവിൻ പോയിട്ട് ഒരു വലിയ പാത്രത്തിൽ വെള്ളം മൊത്തം ഫില്ലാക്കിയിട്ട് ബെഡിൽ ഒഴിക്കുന്നു. അപ്പോൾ എനിക്കത് ഒരു ഈ പറഞ്ഞ പോലെ എന്താണ് കാണിച്ചത്, അക്ബർ എന്ത് സീനാണ്. അതിലെനിക്ക് വിഷമിക്കാൻ പറ്റുമോ? എനിക്ക് വിഷമിക്കാനൊന്നും ഇല്ല. അതിനകത്ത് ഇവർ രണ്ടുപേരും തമ്മിൽ പേഴ്സണൽ ഫൈറ്റിൽ ഞാൻ വിഷമിച്ചിട്ട് ഞാൻ അല്ലെങ്കിൽ നെവിനെ എന്താടാ നീ കാണിച്ചത്, ഭയങ്കര മോശം എന്ന് പറയാം. ഞാൻ ആരാ അവിടെ? ഞാൻ ഈ പറഞ്ഞ പോലെ തേർഡ് പാർട്ടി വ്യൂ ആണ്. ബട്ട് ലാലേട്ടൻ വന്നപ്പോ നിവിൻ ചെയ്തത് തെറ്റാണെന്ന് പറയുകയും ചെയ്തു. ഞാൻ ചൂണ്ടിക്കാണിച്ചു. ഞാൻ ഈ പറഞ്ഞ പോലെ അത് കഴിഞ്ഞിട്ടും സ്മോക്കിംഗ് ഏരിയന്റെ സൈഡിലൊക്കെ പോയി ഞാൻ പറഞ്ഞാ നീ ഇവരെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അത് പുറത്ത് വിട്ടോ അല്ലെങ്കിൽ അത് പ്രോപ്പർ ലൈവിൽ വന്നോ അല്ലെങ്കിൽ അത് ആരും കണ്ടില്ല എന്ന് തോന്നുന്നു. പക്ഷെ ഞാൻ കൃത്യമായി പറഞ്ഞു വിടാം, നെവിനെ നീ കാണിച്ചു ഭയങ്കര ബോറാണ് പറഞ്ഞിരുന്നു. ഞാൻ എപ്പോഴും പറഞ്ഞു വിടാം വെള്ളം ഒന്നും ഒഴിക്കരുത്, അത് നല്ല ബോറാണ് നീ കാണിച്ചു, ഇനി പണി വാളെന്നൊക്കെ പറഞ്ഞാൽ ഞാൻ എന്റെ മൈൻഡിലും ഇയാളോട് പറഞ്ഞുകൊണ്ടിരിക്കുക ഈ കാര്യങ്ങളൊക്കെ. പക്ഷെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാൽ ഞാനിങ്ങനെ ചിരിച്ച് വാട്ടറൊക്കെ ഇട്ട് ഞാനിങ്ങനെ ഫണ്ണായിട്ട് മാത്രമേ കാണിക്കുന്നുള്ളൂ. അപ്പോൾ പുറത്ത് പോകുന്നൊരു ഇമേജ് അങ്ങനെ ആയിപ്പോയി ആ സമയത്ത്. പക്ഷെ ഞാൻ ഈ പറഞ്ഞ പോലെ അവളുടെ ബെഡിൽ അത്ര വെള്ളം ഇടുമെന്ന് ഞാൻ എക്സ്പെക്റ്റും ചെയ്തില്ല. ഞാൻ കൊടുത്ത വെള്ളം അത്രയില്ല, ഇത്ര വെള്ളം കൊടുത്തുള്ളൂ സ്പ്രിങ്കിൾ ചെയ്യാൻ വേണ്ടി മാത്രം. അതിനുശേഷം പിന്നെ അനു പോയി ഈ സോഫയുടെ ബാക്കിൽ ആണല്ലോ കിടന്നുറങ്ങിയതൊക്കെ. അപ്പൊ തെറ്റൊന്നുമല്ല, കുഴപ്പമില്ല. അനു എവിടെ വേണമെങ്കിൽ കിടന്നുറങ്ങിയോ, കിച്ചണിലോ. പക്ഷെ ഞാൻ ആ സമയത്ത് ചിരി എനിക്ക് കണ്ടേ. ഞാനൊരു മനുഷ്യനല്ലേ, എനിക്ക് വീട്ടിലെ സാധനം കാണുമ്പോൾ എനിക്ക് ഇങ്ങനെ ചിരിക്കാൻ തോന്നും. തെറ്റല്ല അനു ചെയ്ത് ഓക്കെയാണ്. അവർക്ക് എവിടെ വേണമെങ്കിൽ ഉറങ്ങാൻ ഷീസ് ഗോട്ട് എ ലിബർട്ടി. പക്ഷെ ഞാൻ നോക്കുന്നത് ഇത്ര ബെഡ് ഉണ്ട് അവിടെ. ഈ പറഞ്ഞ പോലെ എത്രയോ ആൾക്കാർ ബെഡ് ഫ്രീ അവളുടെ കൂടെ കിടക്കാം. പക്ഷെ അവൾ കിടക്കുന്നത് ഈ പറഞ്ഞ പോലെ ഈ എലികളും പാറ്റകളും പോകുന്ന സ്ഥലമാണ്. ഈ ബാക്കിൽ ഒരു കോർണറിൽ ഇങ്ങനെ മറ്റേ പിറ്റി ഉണ്ട്, മറ്റേ ആ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ലാ 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 അങ്ങനെ കാണിച്ചിട്ട് ഇങ്ങനെ. അപ്പം എനിക്ക് അവിടെ ചിരി നിർത്താൻ പറ്റിയില്ല. അമ്മാതിരി ഞാനും അക്ബറും കിച്ചണിൽ ഇങ്ങനെ ഫുൾ എടാ ഇവിടെ തന്നെ ജയിക്കട്ടാ കപ്പ് ഭയങ്കര കോമഡി ആക്കി എടുത്തൊരു സിറ്റുവേഷൻ ആണ് അങ്ങനെ. പക്ഷെ സെയിം ടൈമിൽ തന്നെ അനീഷ് വന്നിട്ട് അനുമോളെ കാല് തണുക്കും, ബെഡ്ഷീറ്റ് പുതക്കി തലേണെങ്കിലും വെച്ചോ. അപ്പൊ അങ്ങനെ കാണിച്ചപ്പോഴത്തേക്ക് അനീഷിന് അത് ഒരു പോസിറ്റീവ് ഇത് കിട്ടി. നിങ്ങൾ അപ്പോഴും ഇപ്പുറത്ത് വില്ലന്മാരായി. അത് ശ്രദ്ധിച്ചിരുന്നോ? അത് ബേസിക്കലി എനിക്ക് ഈ പറഞ്ഞ പോലെ നമ്മൾ റിയൽ ലൈഫിൽ എങ്ങനെയായിരിക്കും, റിയൽ ലൈഫിൽ എനിക്ക് തോന്നും ഇങ്ങനെ സിറ്റുവേഷൻ കണ്ട ആൾക്കാരെ മുതലാക്കും. ഓണസ്റ്റ്ലി എടി ഇവിടെ എന്ത് ഇത്ര ഇങ്ങനെ ഡ്രാമ കളിക്കുന്നത്. എക്സാമ്പിൾ, ഞാനും റിയൽ ലൈഫിൽ എന്താ ചെയ്യുന്നത് ഞാൻ അവിടെ കാണിച്ചു. എനിക്ക് തോന്നുന്നു വേറെ കോമഡിയെ തോന്നി. പിന്നെ അവരുടെ ഇവിടെ എന്താണ് ഇങ്ങനെ കാണിക്കുന്നത്, ഇതിന് അവിടെ കിടക്കുന്നത്, പക്ഷെ അവൾക്ക് അപ്പുറത്ത് പോയി കിടന്നുകൂടെ. എൻ്റെ റിയാക്ഷൻ വേറെ, മറ്റേ റിയാക്ഷൻ വേറെ. അത് അനുമോൾ കാലൊന്നും തണുക്കണില്ലേ, ഭയങ്കര തണുപ്പല്ലേ, അകത്ത് കിടക്ക്, അവൾ സുഖമായിട്ട് കിടന്നു.
ഇതൊക്കെ ചിലപ്പോൾ ഡ്രാമയാവാം, എനിക്കറിയില്ല. ഞാൻ ഇവരുടെ അഗേൻസ്റ്റ് പറയാനുള്ള അനീഷും അനുമോളും കാണിച്ച് പല സ്ഥലങ്ങൾ ഡ്രാമ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് വീട്ടിൽ. അത് അവളുടെ ഗെയിം സ്ട്രാറ്റജി ആവാം, അത് നല്ല കാര്യമാവാം. പക്ഷെ അത് എനിക്ക് തോന്നിയ കാര്യങ്ങൾ ഞാൻ പറയില്ലേ. ജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് അവൻ്റെ ഒരു അയ്യോ അനുമോളുടെ കാലത്ത് നടക്കുന്നുണ്ട്, പാവം അനീഷ് വന്ന് അവനെ ഓക്കെ ആക്കി. പക്ഷെ എൻ്റെ മൈൻഡിൽ പോകുന്ന കോമഡി എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഞാൻ അത്ര റോ ആണ്, മനസ്സിലായില്ല. ഐ എം റോ ആൻഡ് ഇഫ് സീ മൈ ഇൻസ്റ്റാഗ്രാം ഞാൻ എടുത്തിട്ടുണ്ട് റോ ആൻഡ് അൺഫിൽറ്റേർഡ്. ഞാൻ ഈ വീട്ടിൽ വായിൽ ഇങ്ങനെ നമ്മൾ ചിന്തിക്കുമ്പോൾ എൻ്റെ വായന ഞാൻ നിർത്തിയിട്ടില്ല, വായന വന്നിട്ടേ ഉള്ളൂ. എന്തെങ്കിലും ഇഫ് ഐ വോണ്ട് സ്പീക്ക് സംതിങ് ഇറ്റ് കം ഔട്ട് വെരി ഓണസ്റ്റ്ലി, റോ ആൻഡ് അൺഫിൽറ്റേർഡ്. അപ്പം അങ്ങനെ ആ സമയത്ത് അത് വന്നു. അത് ഭയങ്കര നോർമൽ കാര്യമാണ്. പുറത്ത് പക്ഷേ എനിക്ക് നെഗടിച്ചിട്ടുണ്ടോയെന്ന് തോന്നുന്നു, എനിക്കറിയില്ല. അത് കേട്ടിട്ട് വായൻ ഭയങ്കര മോശമാണ്, പക്ഷെ പാവം അനീഷ് തണുത്ത് നോക്കുമ്പോൾ ഹ്യൂമാനിറ്റി ഞാൻ അങ്ങനെ ഒന്നും ചിന്തിച്ചിട്ടുമില്ല. എനിക്ക് ആ ഗെയിമും ഇല്ല. ഞാൻ ഭയങ്കര റോ ആയിട്ട് അവിടെ എൻജോയ് ചെയ്തിട്ടുള്ളൂ ഈ മൊത്തം വീട്. ഈ ഹ്യൂമാനിറ്റിയുടെ കാര്യം പറഞ്ഞപ്പോഴും കമന്റ്സ് ഏറ്റവും കൂടുതൽ വരുന്നത് അവിടെ ഏറ്റവും ഹ്യൂമാനിറ്റി പറയുന്നത് ആര്യനാണ്. പക്ഷെ അവിടെ ഹ്യൂമാനിറ്റി ഇല്ലാതെ പലതവണയും ബിഹേവ് ചെയ്യുന്നത് കണ്ടിട്ടുള്ളതും ആര്യനാണ്. ഇങ്ങനെ ഒരുപാട് കമന്റ്സ് വരാറുണ്ട്. ചില സമയത്ത് ഇപ്പൊ ഇതുപോലെയുള്ള സംഭവങ്ങൾ കാണുമ്പോഴത്തേക്ക് ഓഡിയൻസിന്റെ നമ്മൾ ഇതിന്റെ കംപ്ലീറ്റ് സ്റ്റോറി കറക്റ്റ് ആയിട്ട് 24 hours അല്ലല്ലോ കാണുന്നത്, പലരും എപ്പിസോഡ്സ് മാത്രമേ കാണുന്നുള്ളൂ. അപ്പൊ നമ്മൾ കരുതും ഇത്രയും ഹ്യൂമാനിറ്റി ഇല്ലാത്ത ഒരാളാണോ, ഒരാൾ തണുത്ത് വിറച്ച് സോഫയുടെ ബാക്കിൽ കിടക്കുന്ന സമയത്ത് ഇത്ര ഹ്യൂമാനിറ്റി ഇല്ലാതാണോ പെരുമാറുന്നത്, അത് നമുക്ക് തോന്നും. അപ്പൊ ഇത്തരം സിറ്റുവേഷനിൽ ആ ഹ്യൂമാനിറ്റി മൈൻഡിലോട്ട് വരില്ലേ? ഞാൻ പേഴ്സണലി പറഞ്ഞു അനുവോട്, അനു നീ വേണമെങ്കിൽ ആ ബെഡിൽ കിടന്നോ, അല്ലെങ്കിൽ നിന്റെ ബെഡ് മാറ്റി തരാം. വേണ്ട, ഞാൻ അവിടെ കിടക്കൂല. അപ്പോൾ ഒരാൾ സ്റ്റബേൺ ആണ് ആ സമയത്ത് ഈ കാര്യത്തിൽ, ഞാൻ കിടക്കൂല ബെഡിൽ. അപ്പോൾ അവിടെ ഹ്യൂമാനിറ്റി കാണിച്ച വലിയ കാര്യമുണ്ടോ? അനു പ്ലീസ്, അനു ബെഡ് എൻ്റെ സൈഡിൽ കിടന്നോ, അല്ലെങ്കിൽ അവിടെ കിടന്നോ അനു പ്ലീസ് എന്ന് പറയാൻ പറ്റില്ലല്ലോ. എനിക്ക് മാക്സിമം പറയാൻ പറ്റുന്നത് അനു കുറേ ബെഡുണ്ട് അവിടെ, സൈഡിൽ കിടന്നോ, അത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് ഈ ഒരു സംഭവം. അപ്പം അത് കഴിഞ്ഞിട്ട് എനിക്ക് ചിരിക്കാനേ പറ്റുള്ളൂ ഈ കാര്യത്തിൽ. പക്ഷെ എന്തിനാണ് അതിന് ബാക്കിൽ കിടക്കുന്നത്? അല്ലെങ്കിൽ ആ കുട്ടിക്ക് വിഷമമുണ്ടായോ, അല്ലെങ്കിൽ കുട്ടിക്ക് പ്രശ്നം എന്താണ് എനിക്ക് മനസ്സിലായിട്ടില്ല. അപ്പോൾ അത് അവളുടെ കാര്യത്തിൽ അവൾ റൈറ്റ് ആയിരിക്കും, എൻ്റെ കാര്യത്തിൽ ഞാൻ റൈറ്റ് ആണ്. എനിക്ക് കോമഡിയേ തോന്നിയുള്ളൂ ആ സിറ്റുവേഷൻ. ആര്യൻ പറയുന്നുണ്ടായി നമ്മുടെ ഓഡിയൻസ് ഒരു 40+ ആണെങ്കിൽ മേ ബി ജയിക്കുന്നത് അനുവായിരിക്കും. അതെന്താണ് അങ്ങനെ ഒരു ഏജ് ബേസിൽ പറയാനുള്ള റീസൺ? അയ്യോ, അത് ഞാൻ അങ്ങനെ ഉദ്ദേശിച്ച് പറഞ്ഞല്ല. ഞാൻ ഒരു ധാരണ വെച്ചിട്ട് പറഞ്ഞ പോലെ ഞാൻ ഈ വീട്ടിൽ 23 വയസ്സുള്ള പയ്യനായിട്ടാണ് പോയത്. പോയപ്പോൾ ഈ പറഞ്ഞ പോലെ ചില ആൾക്കാർ 30-40 വയസ്സുള്ള ആൾക്കാരൊക്കെ ഉണ്ട് ഈ വീട്ടിൽ. അപ്പൊ അവര് പറയും, എടാ നിനക്ക് ഈ പറഞ്ഞ പോലെ ജനങ്ങൾ നിന്നെ അഗേൻസ്റ്റ് ആയിരിക്കും, നോക്കിക്കോ ആര്യ നീ ഭയങ്കര ഡിസ്റെസ്പെക്ട്ഫുൾ ടുവേർഡ്സ് ഈ പറഞ്ഞ പോലെ സീനിയേഴ്സും ചേട്ടന്മാരൊക്കെയാണ്. പക്ഷെ ഈ ചേട്ടന്മാരെയാണ് എന്റെ തന്തയ്ക്കും തള്ളയ്ക്കും വിളിക്കുന്നത്. അപ്പൊ ഞാനിപ്പോ ഈ ആരെ കേൾക്കേണ്ടത് ഈ കാര്യത്തിൽ? ഇവർ തന്നെ പറയുന്നത് നീ റെസ്പെക്ട് ചെയ്യണല്ലോ നമ്മളെ, പക്ഷെ ഈ റെസ്പെക്ട് ചെയ്യുന്ന വ്യക്തികൾ തന്നെ എന്നെ തന്തയ്ക്കും തള്ളയ്ക്കും വിളിച്ചോണ്ടിരിക്കുക. നീ നിന്റെ വീട്ടിൽ പോയി പറയടാ, നീ ആരാ? പിന്നെ ഈ ചില തെരകളൊക്കെ അവർ മാറ്റി വെച്ചിട്ടുണ്ട്, അതൊക്കെ എന്നെ വിളിച്ചിട്ടുണ്ട് വീട്ടുകാരെ. അപ്പൊ അവിടെ ഞാൻ ചേട്ടാ അങ്ങനെ വിളിക്കരുത് എന്നെ ചേട്ടാ പ്ലീസ്, തെറി വിളിക്കുന്ന വരാൻ പറ്റുമോ? തിരിച്ച് തെറി വിളിച്ചിട്ടുണ്ടോ? ഞാൻ 2-3 സമയത്തൊക്കെ ഞാൻ അറിയാണ്ട് എന്നെ വായന വന്ന തെറികളൊക്കെ ഉണ്ട്. ഞാൻ നിങ്ങൾ കള്ളം പറഞ്ഞെങ്കിൽ കാര്യമില്ല, അത് കട്ട് ചെയ്തിട്ടുണ്ടാവും. പക്ഷെ 1-2 ഞാൻ തെറികൾ വിളിച്ചിട്ടുണ്ട്. അതെ, എനിക്ക് അതിന് മീനിങ് കുറച്ചും കൂടി ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് അറിയില്ലെങ്കിൽ ഞാൻ 2-3 തെറികൾ ഞാൻ അറിയാണ്ട് എന്നെ വായന വന്നത്. ഇവര് പറയുന്നത് കേട്ട് പഠിച്ചതാണോ? ഡെഫിനറ്റ്ലി കുറച്ചൊക്കെ അങ്ങനെയാണ്. കുറച്ചൊക്കെ ഞാൻ ക്രിക്കറ്റ് കളിച്ച സമയത്തൊക്കെ പഠിച്ച തെറികളൊക്കെയാണ്. അപ്പോൾ വിളിച്ചിട്ടുണ്ട് കുറച്ച് തെറികളൊക്കെ. ഞാനിങ്ങനെ ഇവർ റെസ്പെക്ട് ചെയ്യില്ലെങ്കിൽ ഞാൻ എന്തിനാ റെസ്പെക്ട് ചെയ്യേണ്ട വിചാരിച്ചിട്ട് അതാ പറഞ്ഞു. ഈ 30 to 40 years പ്ലസ് ഞാൻ അങ്ങനെ ആക്യുറേറ്റ് ആയിട്ട് പറഞ്ഞില്ല, ചെയ്യണമെന്നില്ല. ആ ഒരു ധാരണ അല്ലെങ്കിൽ തോന്നുന്നു ഈ പറഞ്ഞ പോലെ നിനക്ക് കുടുംബ പ്രേക്ഷകർ നിന്റെ അഗേൻസ്റ്റ് ആയിരിക്കും എന്നൊക്കെ ഈ അനുമോൾ എന്റെ മൈൻഡിൽ ഇട്ടുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ എല്ലാവരും എന്റെ മൈൻഡിൽ പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പൊ ആ സമയത്ത് ഞാൻ പറഞ്ഞ കുടുംബ പ്രേക്ഷകർക്ക് അപ്പൊ ശരിക്കും പറഞ്ഞാൽ എന്നെ ഇഷ്ടപ്പെടില്ല അല്ലേ, അവർക്ക് കുറച്ചും കൂടി ഈ പറഞ്ഞ പോലെ മെച്ചോർ റെസ്പെക്ട്ഫുൾ ആൾക്കാരായിരിക്കും ഇഷ്ടം. ഞാൻ വിചാരിച്ചു കുറച്ചും കൂടി അനുമോൾ ഇല്ലെങ്കിൽ ഷാനവാസ് അവരൊക്കെ സപ്പോർട്ട് ചെയ്യായിരിക്കും, അത്രേ ഉള്ളൂ. അവർ നല്ല ഗെയിമേഴ്സ് ആണ്, അവർ രീതിക്ക്, അപ്പൊ അവരെ സപ്പോർട്ട് ചെയ്യും.